പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ എസ്റ്റേറ്റ് മുകളിൽ ഒമേഗ യൂസർ ബൈക്കിലാട്ടുള്ളത്. ഷാക്കിര, ഇപ്രാവശ്യം എങ്ങനെയാണ് നമുക്ക്? ഇപ്രാവശ്യം കുറെ പുതിയ ബൈക്കുകൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് കുറെ ജിക്സർ ഉണ്ട്, അപ്പാച്ചി ഉണ്ട്, പൾസർ ഉണ്ട്, പാഷൻ പ്രോ. നമുക്ക് നല്ല ഡീറ്റെയിൽ ആണ് നോക്കുന്നത്. അതെങ്ങനെയാണ്? NS എങ്ങനെയാണ്? 200 NS 2018 മോഡൽ വരുന്നതാണ്. 2018 200 അല്ലേ? അതെ, 200 cc വരുന്ന മോഡൽ. എന്താ കണ്ടീഷനൊക്കെ? എന്താ അവസ്ഥ? കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓക്കെ. ABS ഡിസ്ക് ബ്രേക്ക് എങ്ങനെയാണ് ഇത്? നമുക്ക് 73 രൂപ. ഓണർഷിപ്പ് സിംഗിൾ ആർസണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 50 സംതിങ് ഓടി. 50,000 ഓടിക്കുന്നത്. റേറ്റ് വരുന്നത് എത്രയായിരുന്നു? 73,000 രൂപ. വണ്ടി റേറ്റ് കുറേ കേട്ടോ, ചോദിച്ചാൽ മതി. ഡിസ്കൗണ്ട് ചോദിച്ചതാണ്. അടുത്ത ജിക്സർ എങ്ങനെയാണ്? ജിക്സർ 2016 മോഡൽ. 2016 ജിക്സർ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആർസണർ വണ്ടി. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഒരു 40 സംതിങ് ഓടി. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് നമുക്ക് മാക്സിമം ഒരു 45 ചെയ്തു. 45,000 കേട്ടോ ജിക്സർ വരുന്നത്. RTR 200 200 cc 4 വീൽ വരുന്ന മോഡല്. ഇത് 55,000 പ്രൈസ് വരുന്നത്. 2018 മോഡൽ. 2018 RTR 55,000 രൂപക്ക്. എത്ര ഓടിക്കുന്ന വണ്ടി? ഇതൊരു 50-നുള്ളിൽ പോലെ. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർ വണ്ടിയാണ്. അടുത്ത പൾസർ 150 പൾസർ 2019 മോഡൽ. 2019. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആർസണർ വണ്ടി. കിലോമീറ്റർ 16,000 കിലോമീറ്റർ വണ്ടി. 16,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയുള്ളൂ. അങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് മാക്സിമം ഒരു 55 പ്രൈസ് ചെയ്തോളൂ. 55,000 രൂപ കേട്ടോ. കുറയില്ലെന്നെങ്കിലും മാക്സിമം നോക്കി ചെയ്യാം. ഇനി റൈറ്റ് ഇനി മോഡൽ കേട്ടോ. അടുത്ത് ബ്രോ 2022 മോഡൽ. 22 മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്നത് BS6 വരുന്ന മോഡലാണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ആർസണർ വണ്ടി. വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് കിലോമീറ്റർ കുറവാണ്. ഈ 20,000-ന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കണ്ടീഷൻ വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് മാക്സിമം ഒരു 56 പ്രൈസ് ചെയ്ത് കൊടുക്കണം. 56,000 രൂപ കേട്ടോ. 2022 മോഡൽ. 22 മോഡൽ നോക്കണം. അടുത്ത് 2023 ലാസ്റ്റ് വണ്ടി. റേഡിയോയിൽ വരുന്ന ഡിസ്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്ന മോഡൽ. പിന്നെ മീറ്റർ കാണിച്ചിർക്ക് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു വരുന്നത്. ഡിജിറ്റൽ മീറ്റർ 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2023 പക്ക മോഡല്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 63 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 63 മാക്സിമം കുറച്ച് ഇത് 1.20 അടുത്ത് പുതിയ വിലയുള്ള വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്ക് ഡിജിറ്റൽ മീറ്റർ വരുന്ന മൈലേജ് കാര്യം നോക്കാൻ വേണ്ട. എന്തായാലും ഒരു 60 വരെ കിട്ടുന്നു. 70 മൈലേജ് ആണ്. 70 മൈലേജ് കിട്ടും വണ്ടി. അടുത്ത പ്ലാറ്റിന മൈലേജ് വേണ്ടി ആൾക്കാർക്ക് പറ്റിയ വണ്ടി. ഇതൊരു 2019 മോഡലാണ്. 19 മോഡലാണ്. അതെ. കിലോമീറ്റർ 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇത് പ്രൈസ് നമുക്ക് മാക്സിമം 40,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 40,000 രൂപ ഒരു പ്ലാറ്റിന മൈലേജ് കിങ്. അതെ, 100 കിലോമീറ്റർ കമ്പനി മൈലേജ്. ഹോണ്ട ഷൈൻ വരുന്നത് 2015 മോഡൽ. 2015 ഷൈൻ. ഓണർഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ ഒരു 50-60 ഉള്ളിൽ കിലോമീറ്റർ ഓടി. അത്യാവശ്യം നീറ്റ് ആണല്ലോ വണ്ടി. വണ്ടി കണ്ടീഷനാണ്. സെക്കൻഡ് ഓണർ ആണ്. എത്ര ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡൽ? ഡിസ്ക് വരുന്ന മോഡലാണ്. എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? 33 പ്രൈസ് ചെയ്തോളൂ. 33,000 രൂപയ്ക്ക് ഷൈൻ കേട്ടോ. അടുത്ത ട്രിഗർ 2013 മോഡൽ വരുന്ന ട്രിഗർ. 13 ട്രിഗർ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആർസണർ വണ്ടി. സിംഗിൾ ഓണർ 2013 മോഡലാണ്. ആ കിലോമീറ്റർ എത്ര ചോടി ഉണ്ടാവില്ലേ? കിലോമീറ്റർ ഒരു 50-60 കിലോമീറ്റർ ചോടി ഉണ്ടാവും. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് മാക്സിമം 22,000 പ്രൈസ് ചെയ്തോളൂ. 22,000 രൂപയ്ക്ക് ഹോണ്ടന്റെ ട്രിഗർ കേട്ടോ. ഡിസ്കവർ 125. ഡിസ്കവർ 125 2014 മോഡൽ. 14. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ ചോദിക്കുന്നില്ല. കിലോമീറ്റർ ഡിസ്കവറാണ് മോഡൽ പറഞ്ഞത്. എങ്ങനെയാണ്? ഇത് നമ്മൾ മാക്സിമം 18,000 പ്രൈസ് ചെയ്തു. 18,000 രൂപയ്ക്ക് ഡിസ്കവർ കേട്ടോ. അടുത്ത ഇതേതാ വണ്ടി? സുസുക്കിന്റെ. ഇത് സുസുക്കി ലെറ്റ്സ് വരുന്നത്. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാ ഈ രണ്ട് വണ്ടി. ഇത് വരുന്നത് 2015 മോഡൽ വരുന്ന. 2015 മോഡല്. അതെ. ഇത് പ്രൈസ് നമുക്ക് മാക്സിമം ഒരു 26 വരെ ഒക്കെ ചെയ്തു. 26,000 രൂപയ്ക്ക്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആർസണർ. സിംഗിൾ ആണ്. അത് സ്കൂട്ടി കപ്പ് ലേഡീസിന് പറ്റിയ വണ്ടിയാണ്. അടുത്ത ഇത് 3000 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർസണർ വണ്ടിയാണ്. ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഓടിയിട്ടുള്ളൂ. വണ്ടി എടുത്തിട്ട് 2016 വരുന്ന മോഡൽ. 2016. അപ്പൊ വണ്ടി ഓടിയിട്ടില്ല. വണ്ടി ക്ലീൻ ആണ്. വണ്ടി വൃത്തിയുള്ള വണ്ടി നീറ്റാട്ടോ. വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആകെ 3000 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. 2016 മോഡൽ വണ്ടിയാണ്. എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? ഇത് മാക്സിമം 26 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 26,000 രൂപയ്ക്ക് സ്കൂട്ടി പബ്. അതും നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടി ഉണ്ടല്ലേ? അടുത്ത് ആക്സസ് 125. അതെ, ആക്സസ് 125 2014 മോഡൽ. 2014 മോഡലാണ്. ഓണർഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ആർസണർ വണ്ടി. കിലോമീറ്റർ 23,000 സംതിങ് ആണ് കാണിക്കുന്നത് കിലോമീറ്റർ. വണ്ടി ഇതുപോലെ തന്നെ വൃത്തിയുള്ള വണ്ടിയാണ്. 23,000 ആയിരിക്കും. ജെന്യൂൻ ആയിരിക്കും.
ജനുവിന് നമ്മൾ ഉറപ്പ് പറയില്ല. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് എന്തായാലും സാധനം മാറ്റൂല. വരുന്ന വൈകി കാരണം എന്തൊക്കെയായാലും യൂസർ വണ്ടിയാണ്. അപ്പൊ അതിന്റേതായ ചിലപ്പം പറയാൻ കഴിയില്ല. കാരണം അത്രയും മോഡലാണ് കൊണ്ടാണ് ചോദിച്ചോളൂ. എങ്ങനെയാണ് എഞ്ചിൻ സംബന്ധമായിട്ട് കണ്ടീഷനാണ്, ബോഡി സംബന്ധമായിട്ട് വൃത്തിയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. എങ്ങനെ നമ്മളെ റേറ്റ് വരുന്നത്? ഇത് പ്രൈസ് നമ്മൾ മാക്സിമം ഒരു 23,000 വരെ ചെയ്തു. 23,000 രൂപ കേട്ടോ. അടുത്ത എക്സോ ഗ്രേ കളർ. അടുത്ത എക്സ് 2015 മോഡൽ വരുന്നത്. 2015 ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സിംഗിൾ ആർസോണുണ്ട്. 57,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അതെ. എങ്ങനെയാണ്? ഇത് മാക്സിമം 25 പ്രൈസ് ചെയ്തോ. 25,000 രൂപ കേട്ടോ. അത് സിംഗിൾ ഓണർ വണ്ടി. അടുത്ത മാസ്ട്രോ. മാസ്ട്രോ 2016 മോഡൽ വരുന്നത്. 2016 മാസ്ട്രോ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണറിൽ വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 30-40 ഉള്ളിലൊക്കെ കിലോമീറ്റർ ഓടി. എന്താണ് റേറ്റ് വരുന്നത്? ഇത് മാക്സിമം ഒരു 26 പ്രൈസ് ചെയ്ത് 26,000 രൂപയ്ക്ക് മാസ്ട്രോ കേട്ടോ. ഏവിയേറ്റർ 2012 മോഡൽ വരുന്നത്. 12 ഏവിയേറ്റർ. ഏവിയേറ്റർ ഭയങ്കര റയർ അല്ലേ? അങ്ങനെയല്ല, എനിക്കൊരു കുറച്ച് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. പ്രത്യേക ലുക്കാണ് അതിന്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഇത് മാക്സിമം നമുക്ക് 20,000 പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2012 മോഡലുണ്ട്. 2012 20,000 കിലോമീറ്റർ. ഇതിലിപ്പോ 20,000 കിലോമീറ്റർ 20 പ്രൈസ്. സോറി 20,000 രൂപക്ക് കിലോമീറ്റർ 26 ഒക്കെ ആണെന്ന് വെച്ചാൽ 26 നമ്മൾ പറയുന്നില്ല. എന്തായാലും ഒരു 16,000 കിലോമീറ്റർ വണ്ടി ഓടി ഉണ്ടാവും ഏകദേശം നമ്മൾ കാണാറുണ്ട്. അടുത്ത ഏവിയേറ്റർ എങ്ങനെയാണ്? അടുത്ത ഏവിയേറ്റർ 2018 മോഡൽ. 2018 ഏവിയേറ്റർ ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സിംഗിൾ ആർസോണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എന്താ നീറ്റ് വണ്ടി വന്നു കുറച്ചുകൂടെ അല്ലേ? ഇത് നമുക്ക് മാക്സിമം 43 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 43,000 രൂപ കേട്ടോ. അത്യാവശ്യം നീറ്റ് ഏവിയേറ്റർ. അടുത്ത് ആക്ടിവ 125 വരുന്ന മോഡലാണ്. 2015 മോഡൽ വരുന്നുണ്ട്. 2015 ആണ്. ഡീറ്റെയിൽ ഇത് വരുന്ന കിലോമീറ്റർ വരുന്ന വണ്ടിയാണ്. ഒരു 30,000 കിലോമീറ്ററിനുള്ളിൽ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള ക്ലീൻ വണ്ടിയാണ്. എങ്ങനെയാണ്? ഇത് നമുക്ക് മാക്സിമം 33 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 33,000 രൂപ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അടുത്ത ആക്റ്റീവ 4G വരുന്ന ടൈപ്പ്. 2016 മോഡൽ. 2016 മോഡലാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമ്മുടെ റേറ്റ് ചെയ്യുന്നത് ഇത് മാക്സിമം 40 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 40,000 രൂപ കേട്ടോ. അടുത്ത ആക്റ്റീവ 3G വരുന്ന ടൈപ്പ്. 2016 മോഡൽ. 2016 ആണ്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ആർസോണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ക്ലീൻ വണ്ടി. എങ്ങനെയാണ് നമുക്ക് റേറ്റ് ചെയ്യുന്നത്? 40,000 പ്രൈസ് ചെയ്ത് 40,000 രൂപ കേട്ടോ. അടുത്ത ജൂപ്പിറ്റർ. 2022 മോഡൽ വരുന്നു. 2022 ജൂപ്പിറ്റർ. 22 മോഡൽ 22,000 കിലോമീറ്റർ ഓടി വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് വണ്ടിയാണോ ഇത്? ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? ഇത് മാക്സിമം നമുക്ക് 63 വരെ പ്രൈസ് ചെയ്ത് 63,000 രൂപ കേട്ടോ. 2022 മോഡലാണ്. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഫാസിനോ എങ്ങനെയാണ്? ഫാസിനോ 2018 മോഡൽ വരുന്നുണ്ട്. 2018 ഫാസിനോ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആർസോണർ വണ്ടിയാണ്. ലേഡീസിന്റെ പേരുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടി വൃത്തിയുണ്ട്. വൃത്തിയുള്ള വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. 43 അവിടെ പ്രൈസ് ചെയ്യുന്നത്. 40 റുപ്യ ചെയ്ത് കൊടുക്കാം. 40,000 രൂപയ്ക്ക് മോഡൽ 18 മോഡൽ. 2018 ഫാസിനോ. അടുത്ത് റേസഡാർ. 2019-20 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 19-20 വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ആർസോണർ വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം ഒരു 23 സംതിങ് ഓടിയുണ്ട്. എങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? ഇത് മാക്സിമം നമുക്ക് ഒരു 38 വരെ ചെയ്ത് കൊടുക്കാം. 38,000 രൂപ. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പറഞ്ഞത്. അടുത്തത് ഡുവറ്റില് ഹീറോന്റെ ഡുവറ്റ്. മോഡല് ഇത് 2019 മോഡൽ. 2019 ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആർസോണർ വണ്ടി. കിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ ഒരു 30,000 ഉള്ളിൽ കിലോമീറ്റർ ഓടി വണ്ടി. എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് മാക്സിമം 30,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 30,000 രൂപ ഒരു വണ്ടി. CD Deluxe 2013 മോഡൽ. 2013 CD Deluxe. ഓണർഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണറിൽ വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് മാക്സിമം നമുക്ക് ഒരു 18,000 പ്രൈസ് വരെ ചെയ്തു. 18,000 രൂപ CD Deluxe. ഇതാണ് പിള്ളേർ കുറഞ്ഞ വണ്ടി. ഏറ്റവും കുറഞ്ഞ വണ്ടി ഇതല്ലോ. അടുത്ത ബുള്ളറ്റ് ക്ലാസിക്കിൽ വരുന്ന മോഡൽ. ക്ലാസിക്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ആർസോണർ വണ്ടിയാണ്. എത്ര വണ്ടി ഓടി? കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഓടി 19,000 കിലോമീറ്റർ. മോഡലായിരുന്നു 2019 മോഡൽ. 2019 19,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 1.5 ചോദിക്കുന്നത്. 1 ലക്ഷം രൂപ നമ്മൾ മാക്സിമം ചെയ്തു. 1 ലക്ഷം രൂപ കിട്ടും വണ്ടി. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നോക്കിയെടുക്കുക. അടുത്ത വണ്ടി CT 100. 2018 മോഡൽ. 18 വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആർസോണർ വണ്ടിയാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയ. മൈലേജ് ഒരു 80 മൈലേജ് കിട്ടുന്നുണ്ട്. റേറ്റ് കുറച്ചുകൊണ്ട് പറഞ്ഞു. മാക്സിമം കുറയാണെങ്കിൽ 27 വരെ മതി. 27,000 രൂപ വണ്ടി. നമ്മുടെ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ലോൺ വരുന്നത് 2016 ശേഷമുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. സിവിൽ സ്കോർ ഒരു 700 മുകളിലായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അതിന് കുറവാണെങ്കിൽ നമുക്ക് സെറ്റിൽ ലോൺ ആയിട്ട് ഒരു ദിവസം കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ? ലോൺ ഒരു മണിക്കൂർ കൊണ്ട് വന്ന് വണ്ടി ഇറക്കാം. നമ്മളെ പഴയ വണ്ടി എക്സ്ചേഞ്ച് എടുക്കുമോ?
പഴയ ഏത് വണ്ടിയാണെങ്കിലും വണ്ടി മാന്യമായിട്ടുള്ള വിലക്ക് എടുത്തിട്ട് നമുക്ക് പുതിയ വണ്ടി പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മൾ ബാലുശ്ശേരിന്റെ താമരശ്ശേരിന്റെ സെന്റർ ആയിട്ട് വരുന്ന സ്ഥലമാണ്. തലയാർ റോഡുമ്മൽ വരുമ്പോൾ എസ്റ്റേരിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ കക്കയത്തിലൊക്കെ പോകുന്ന വഴിയില്ലേ. അപ്പം എന്തായാലും കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക, ലൊക്കേഷൻ താഴെ പിൻ ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും വരികയെന്ന് പറയാം അല്ലേ? വീഡിയോ കണ്ട് വരുന്ന കാര്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരട്ടോ അവർ. മാക്സിമം റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 15,000 രൂപ ക്യാഷ് ആയിട്ട് വരുന്ന ആരാണെങ്കിൽ നമുക്ക് മാക്സിമം ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം.